ശ്രീ എം എസ് വേണുഗോപാൽ പ്രതിപക്ഷത്തിന് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും 50% സീറ്റുകളുടെ വർധന എന്നാണ്. പക്ഷേ അക്കാര്യം ബില്ലിൽ ഇല്ല. ഇത് പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉയർത്തുമല്ലോ, വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, തീർച്ചയായിട്ടും പാർലമെന്റിൽ നടത്തുന്ന ഒരു പ്രസ്താവന മാറ്റി പറയാൻ കഴിയില്ല. അപ്പോൾ 50% എല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കിയേ കഴിയുള്ളൂ. കാരണം ഇത് ഭരണഘടനാ ഭേദഗതിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ചീറ്റിംഗ് സാധ്യമല്ല. അങ്ങനെ ഒരു ചീറ്റിംഗ് നടത്തിയാൽ അത് സുപ്രീം കോടതി അടക്കമുള്ളവർ അത് നോക്കി നിൽക്കില്ല, അത് തള്ളിക്കളയും. അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് 30 വർഷമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ സംവരണ ബിൽ എന്ന് പറയുന്നത്. 90കളുടെ അവസാനം 98ലും മറ്റും വളരെ ശക്തമായി ഇതിനായി നടപടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും നടപടികൾ ഉണ്ടായില്ല. അന്നൊക്കെ മുലായം സിംഗിൻ്റെ ഇന്നത്തെ അഖിലേഷ് യാദവിൻ്റെ പിതാവ് മുലായം സിംഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് പാർലമെൻറ്റിനകത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് ഇത് കഷം മുറിച്ച ബ്ലൗസ് ഇടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണമാണ്, അല്ലാതെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സംവരണമല്ല. അതുപോലെ തന്നെ ധനികരായ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. സ്ത്രീകൾ വന്ന് ചില പെൺകുട്ടികൾ പാർലമെൻറ്റിൽ വന്ന് വിസിലടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബില്ലാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീ അധിക്ഷേപം എത്രത്തോളം നടത്താമോ അത്രത്തോളം നടത്തിയാണ് 30 വർഷം ഇങ്ങനെ കൊണ്ടുപോയത്. 30 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ജീവപര്യന്തത്തിനുള്ള കാലയളവ് പോലും ഇത്രയും വരില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് 50% വരുന്ന വോട്ടർമാരായ വനിതകളെ കഴിഞ്ഞ 30 വർഷമായി ജീവപര്യന്ത തടവിന് തുല്യമായ വിധത്തിൽ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയാതെ നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. കാരണം 30 വർഷം മുമ്പേ നടപ്പിലാക്കേണ്ടതായിരുന്നു. അതിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിനൊരു നടപടിയെടുത്തില്ല. പ്രതിപക്ഷത്തെ പ്രമുഖ കക്ഷികൾ ആരും അതിന് നടപടിയെടുത്തില്ല. പക്ഷേ 2023 വനിതാ സംവരണ നിയമം വന്നതാണ്. പക്ഷേ അതിനുശേഷം 2024 നടപ്പാക്കിയില്ല. അതിന് കാരണമായിട്ട് ആ ബില്ലിൽ തന്നെ ഉണ്ടായിരുന്ന പാസ്സാക്കിയപ്പോൾ ഉള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് പുതിയ സെൻസസ് വരും. സെൻസസ് വന്നതിന് ശേഷം 2026 സെൻസസ് വന്നതിന് ശേഷം മണ്ഡല പുനർനിർണയം വരും, അങ്ങനെ നടപ്പിലാക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ പൊടുന്നനെ 2029 ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ആ ബില്ലിൽ പക്ഷേ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രീ സിബി സത്യൻ, 50% കാര്യം ഓരോ സംസ്ഥാനത്തും 50% സീറ്റുകൾ കൂടും. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയെ ഒഴിവാക്കും. ഈ 2011 ജനസംഖ്യ കണക്കനുസരിച്ച് ദക്ഷിണേന്ത്യയുടെ സീറ്റുകൾ നഷ്ടമാകും, അല്ലെങ്കിൽ കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ ആനുപാതികമായ വർധനവ് ഉണ്ടാകില്ല എന്നതായിരുന്നുവല്ലോ. ഇന്ന് അമിത്ഷാ ലോക്സഭയിൽ ഉറപ്പ് നൽകുകയാണ്. 129 സീറ്റുകളായിരുന്നു 5 സംസ്ഥാനങ്ങൾക്കുമായി ഉണ്ടായിരുന്നത്. അത് 195 ഉയരും. അതായത് 50% വർധനവ് വരും. അപ്പോൾ അതിൽ ഒരു തരത്തിലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നഷ്ടമുണ്ടാവില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെ എതിർക്കാൻ പറ്റും പ്രതിപക്ഷത്തിന് മണ്ഡല പുനർനിർണയം പറഞ്ഞുകൊണ്ട്? മഞ്ജുഷ, ഇതിനകത്ത് 2-3 പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലത്തെ ചർച്ചയിലെ തുടർച്ചയായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ഒന്നെന്ന് പറയുന്ന ആദ്യത്തേത്, നമ്മൾ ഈ ബ്ലാങ്കറ്റ് 50% വർധനവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് 2011 സെൻസസിനെ വലിച്ചഴിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് 50% സ്ത്രീ സംവരണം അധിക സീറ്റുകൾ കൊണ്ടുവന്ന് 33% സ്ത്രീ സംവരണം ഉറപ്പാക്കാം. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. അതായത് ഇത്തരം വലിയ പ്രമുഖ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷമായിട്ടും ഒക്കെ സംസാരിച്ചിട്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു അതായത് പാസ്സാക്കണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ബില്ലാണെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഒരു അനുവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പൊ ഇവർ ഇത്തരം ബില്ലുകൾ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയും അതിനകത്ത് നിയമനിർമ്മാണത്തിന് ആവശ്യമായ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തുകയും എല്ലാവരെയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അത്തരത്തിലാണ് ഇത്തരം സുപ്രധാനമായ ഒരു ബില്ലുകളൊക്കെ വരേണ്ടത്. ഇവിടെ അതിന് പകരം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബില്ലിനകത്ത് എവിടെയും അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ്. അതൊന്ന് അമിത്ഷാ അതിന് ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ്. ആ ബില്ലിൽ ഉൾപ്പെടുത്താം ഈ 50% ഓരോ സംസ്ഥാനങ്ങൾക്കും കൂടുന്ന കാര്യം. അത് ബില്ലിൽ ഉൾപ്പെടുത്താമെന്ന് അമിത്ഷാ അല്പസമയം മുമ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ. അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ ആണ്. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ട് ഒരു പാർട്ടിയുടെ ആധിപത്യത്തിലാക്കാൻ പറ്റും. ഒരു കാരണവശാലും മറ്റൊരു പാർട്ടി വിജയിക്കാത്തക്ക രീതിയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ചില മണ്ഡലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ഡീലിമിറ്റേഷനെ പറ്റി നമുക്കറിയാം. അപ്പൊ അതിന് അവർ ഉപയോഗിക്കുന്ന ഈ ആർട്ടിക് എന്ന് പറയുന്നത് 2011 ഇല്ലാതെ പറ്റുകയില്ലല്ലോ. ഇപ്പോൾ 1971 സെൻസസ് കണക്കനുസരിച്ച് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? 30 ലക്ഷം വോട്ടർമാർ വരെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇന്ന് അതിന്റെ കണക്ക് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ വായിച്ചിരുന്നു.
ഏതാണ്ട് 100-ലധികം മണ്ഡലങ്ങളിൽ ഈ കണക്കാണ്. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ടർമാരുണ്ട്. അതെങ്ങനെ ശരിയാകും? അതെ, അത് ശരിയാണ്. 100% ഞാൻ മഞ്ജുഷയോട് അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മഞ്ജുഷേ, ഈ പറഞ്ഞ പോലെ നമ്മള് ഈ MLA-മാരുടെ MP-മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ശരിക്കും ജനാധിപത്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിലവിൽ 540 അത്രയും MP-മാർ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് 33% സംവരണം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. ഈ 140 എന്തുകൊണ്ട് 33% സംവരണം സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? 33% സീറ്റുകൾ സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്തെ അടക്കി ഭരിക്കുന്ന ഈ മേൽക്കോയ്മയെ നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് അധിക സ്ഥലം വേറെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നുകൂടാ? ശരിക്കും ഞാൻ ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ തുടർച്ച ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 840 പുതിയതായിട്ടല്ലേ 816 അല്ലെ 850 MP-മാർ പുതുതായിട്ട് വന്നതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? ഇന്ത്യൻ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കോ ഇന്ത്യൻ അങ്ങനെയാണെങ്കിൽ ഈ ചടങ്ങായിട്ട് ഇത് എന്തിനാണ് എന്ന് കൂടി ചോദിച്ചാൽ നന്നായിരുന്നു. കാരണം എന്തിനാണ് ഇപ്പോൾ ഈ 30 ലക്ഷം വോട്ടർമാർക്ക് ഒരു MP എന്നൊക്കെ രീതിയിൽ എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? ഇത് വേണ്ടെന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് താങ്കൾ. മഞ്ജുഷ അങ്ങനെയല്ല. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു അധികാര വികേന്ദ്രീകരണത്തിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, MP തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഓരോ ആൾക്കാർക്കും തീർക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിലും MP-യെ സമീപിക്കാറില്ല. നമ്മൾ MLA സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, MP-യെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, ജില്ലാ പഞ്ചായത്തിനെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ട് വികേന്ദ്രീകരണം നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.